മലപ്പുറത്ത് +1 പ്രവേശനം ലഭിക്കാതെ പുറത്തു നിൽക്കുന്നത് 17,874 വിദ്യാർത്ഥികളാണ്. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കണക്കുകളിലെ പൊരുത്തക്കേടുകൾ ഇപ്പോൾ മന്ത്രിക്ക് തന്നെ വിനയാവുന്ന സ്ഥിതിയാണ്. അലോട്ട്മെന്റിൽ ഇഷ്ടവിഷയമോ വിദ്യാലയമോ ലഭിക്കാത്തതിനാൽ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയാണ് മന്ത്രിയുടെ തുടർച്ചയായുള്ള കണക്കവതരണം. +1 സീറ്റിനായുള്ള പോരാട്ടമാണ് മലപ്പുറം ജില്ലയിൽ. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തെരുവിലിറങ്ങുന്ന കാഴ്ച. ജില്ലയിലെ ആകെ അപേക്ഷകരുടെ എണ്ണം 82,466. എന്നാൽ മന്ത്രിയുടെ കണക്കിൽ 74,860 ഇതര ജില്ലയിലെ മേൽവിലാസമുള്ള 7,606 വിദ്യാർത്ഥികളെ വെട്ടിയാണ് മന്ത്രിയുടെ കണക്ക്. അലോട്ട്മെന്റിൽ ഇഷ്ടവിഷയമോ വിദ്യാലയമോ ലഭിക്കാത്തതിനാൽ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളെ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മന്ത്രിയുടെ വാർത്താ സമ്മേളനം. എന്നാൽ പിന്നീട് തിരുത്തി. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത 11,546 പേരിൽ 4,492 പേർ വിവിധ ഇടങ്ങളിൽ പ്രവേശനം നേടിയതായി മന്ത്രി വ്യക്തമാക്കി. പക്ഷേ അതിലെ ബാക്കിയുള്ള 7,054 വിദ്യാർത്ഥികളെ മന്ത്രി വീണ്ടും വെട്ടി. അവരുടെ എണ്ണം കുറച്ചാണ് മന്ത്രിയുടെ കണക്കുകൂട്ടൽ. ഇത്തരത്തിൽ തന്ത്രപൂർവ്വം കൂട്ടിയും കുറച്ചുമുള്ള കണക്കുകളാണ് തുടർച്ചയായി വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 50,420 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചു. ഇനി 27,694 വിദ്യാർത്ഥികൾ പുറത്താണ്. മെറിറ്റ് മാനേജ്മെന്റ് കോട്ട, സ്പോർട്സ് കോട്ട, MRS കോട്ട, കമ്മ്യൂണിറ്റി കോട്ടയടക്കം 9,820 സീറ്റുകളാണ് നിലവിൽ ജില്ലയിൽ ഒഴിവുള്ളത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ മുഴുവൻ സീറ്റിലും പ്രവേശനം നൽകിയാലും 17,874 സീറ്റുകളുടെ കുറവ് ജില്ലയിലുണ്ടാകും. അതേസമയം നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ 2 അംഗ സമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്. ജൂലൈ 5-നകം സമിതി റിപ്പോർട്ട് സർക്കാരിന് നൽകാനാണ് നിർദ്ദേശം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താനാണ് തീരുമാനമെന്ന് മന്ത്രിയും പറയുന്നു. ജൂലൈ 31-നകം അഡ്മിഷൻ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് നിലവിൽ പ്രവേശന ഷെഡ്യൂൾ ക്രമപ്പെടുത്തിയിരിക്കുന്നതും. ജനം, മലപ്പുറം.